ഇന്ന് ഞാൻ എൻ്റെ ഒരു പാട്ടിനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആ പാട്ട് അടുത്ത ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ പാട്ടിൻ്റെ ആദ്യത്തെ 4 വരി എനിക്ക് പ്രചോദനം ലഭിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. കോട്ടയത്തെ വടവാതൂർ കത്തോലിക്ക സെമിനാരിയിലെ ചാപ്പലിൽ കണ്ട ഒരു ചുവരെഴുത്താണ് അതിനാധാരം. അതൊരു പ്രാർത്ഥനയാണ്. അതിപ്രകാരമാണ്: ഓ ലോഡ്, റിപ്പയർ ദ സ്ട്രിങ്സ് ഓഫ് മൈ ഹാർട്ട് ടു പ്രൈസ് ദീ. കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തിൻ്റെ തന്ത്രികളെ, ഹൃദയം ഒരു വീണ പോലെ വിചാരിക്കുക, അതിൻ്റെ തന്ത്രികളെ നീ പുതുക്കി പണിയണമേ. ചുങ്കക്കാരനും പരീശനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ചുങ്കക്കാരന് മനസ്സിലായി അവൻ്റെ ഹൃദയത്തിൻ്റെ തന്ത്രികൾ തകർന്നു കിടക്കുക. കാരണം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കുറവാണ്. എന്നാൽ പരീശന് അവൻ്റെ ഹൃദയതന്ത്രികളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. ബോധ്യപ്പെട്ട ചുങ്കക്കാരൻ ദൂരെ മാറി നിന്ന് മാറത്തടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തന്ത്രികൾ ശരിയായിട്ട് വേണം ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ 4 വരികൾക്ക് പ്രേരണ ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക വാചകമാണ്: വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി ആ വാക്യം. ഇനി പാർലമെൻറ്റ് രേഖകളിൽ നിന്ന് മാറ്റിയാൽ പോലും ജനഹൃദയങ്ങളിൽ അത് പതിഞ്ഞിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങളിലൊക്കെ ചില പ്രത്യേക വാചകങ്ങൾ ഇതുപോലുണ്ട്. സർവ്വമതസ്ഥരും സർവ്വ തരത്തിലുള്ള മനുഷ്യരും ഏറ്റെടുക്കുന്ന വാക്യങ്ങൾ. അതിന് ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ്: നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതാർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ലോകത്തിലെ സകല ജാതികളും സകല മതങ്ങളും സകല വിധത്തിലുള്ള മനുഷ്യരും അത് ഏറ്റുപാടും. മറ്റൊന്നാണ് ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്നുള്ളത്. സത്യത്തിൽ ഇന്ന് നിലവിലുള്ള ബൈബിളുകൾ പരിശോധിച്ചാൽ അങ്ങനെ പന എന്നുള്ള ഒരു വാക്ക് നമുക്ക് കിട്ടത്തില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു? ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയാണ് ആദ്യത്തെ ബൈബിൾ സൊസൈറ്റി. ആ ബൈബിൾ സൊസൈറ്റി ആരംഭിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വാക്യമുണ്ടായിരുന്നു. സുറിയാനി വേദപുസ്തകത്തിൽ ഇങ്ങനെ പന എന്നുള്ള ആ വാക്കുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ കേരളത്തിലെ സുറിയാനി പിതാക്കന്മാർ, അച്ഛന്മാർ, സുവിശേഷ ശുശ്രൂഷകൾ അന്ന് ചെയ്തിരുന്ന ആളുകൾ, അവർ പരസ്യമായി പ്രസംഗിച്ചപ്പോൾ ഈ വാക്യം അല്ലെങ്കിൽ ഈ വാചകം പറഞ്ഞത് ജാതിമത ഭേദമന്യേ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ ബൈബിളുകളിൽ അത് കാണാഞ്ഞിട്ടും പലപ്പോഴും പലരും ആ വാക്യം എടുത്ത് പ്രയോഗിക്കുന്നു. അതെവിടെയാണെന്നൊരു പക്ഷേ നമുക്ക് സംശയം തോന്നാം. 37-ാം സങ്കീർത്തനത്തിൻ്റെ 35-ാം വാക്യം, 37-ാം സങ്കീർത്തനത്തിൻ്റെ 35-ാം വാക്യത്തിൽ അതുണ്ട്: ദുഷ്ടൻ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പച്ചവൃക്ഷം എന്നുള്ളിടത്ത് പന എന്നായിരുന്നു പുരാതന സുറിയാനി കയ്യെഴുത്ത് പ്രതിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് നമ്മുടെ നാട്ടിൽ വ്യാപരിച്ചു വന്നത്. പറഞ്ഞതിൻ്റെ സാരം മനോഹരമായ ചില വാക്കുകളുണ്ട്. സുവിശേഷവുമായി പോകുന്ന ആളുകൾ സത്യത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം വിതരണം ചെയ്യുന്നത്. ഉപദേശിമാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, ഇവരൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് അവരോട് എതിർപ്പുണ്ടാകുന്നത്. അതിൽ നമുക്ക് അതിശയമില്ല, അതിൽ അത്ഭുതമില്ല, അതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം അയച്ചപ്പോൾ പറഞ്ഞു: ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്ക് കടിച്ചു കയറുക എന്നുള്ള ഒറ്റ സ്വഭാവമേ ഉള്ളൂ. കുഞ്ഞാടുകൾക്കോ അപ്പം അവരുടെ സ്വഭാവം എതിരിടുമ്പോൾ ചെന്നായ്ക്കളെ കുഞ്ഞാടുകളാക്കുന്ന പ്രക്രിയയാണ് ഈ
ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഉള്ളത്. അപ്പോൾ ആ 2 ഷാൻസായും പ്രാർത്ഥനയാണ്, അതിനുള്ള കൃപ തരണമേ എന്നാണ്. അപ്പോൾ ആ കൃപ തരണമേ എന്നാണ് അതിനകത്ത് പറയുന്നത്. മൂന്നാമത്തേത് ഒരു ഉറപ്പിക്കലാണ്. ഈ സുവിശേഷവുമായി പോകുന്ന, കർത്താവിൻ്റെ വചനവുമായി പോകുന്ന ആളുകൾക്ക് നേരിടുന്ന പ്രതികൂലത്തിൽ ദൈവം അവർ തോക്കാതെ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ തോൽപ്പിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ്, ഉറപ്പിക്കുന്ന പരിപാടിയാണ് അടുത്ത ഷാൻസ. അത് ഒരു മെക്സിക്കൻ പഴമൊഴിയിൽ നിന്നാണ്. ഞങ്ങളെ കുഴിച്ചു മൂടിയവർ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ വിത്തുകളായിരുന്നുവെന്ന്. ഏതോ ഒരു ജനമുന്നേറ്റ പോരാട്ടത്തിൽ പുരാതന മെക്സിക്കോയിൽ അവർ അങ്ങനെ ഇറങ്ങിയ ആളുകളെ എതിരാളികൾ കൊന്ന് കുഴിച്ചു മൂടി. ചിലരെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ ചിതറി അവിടെവിടങ്ങളിൽ കുറ്റിക്കാടുകളിൽ പതിയിരുന്നിട്ട് ശബ്ദമടക്കി പതുക്കെ പറഞ്ഞു, ഞങ്ങളെ കുഴിച്ചു മൂടിയവർ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ വിത്തുകളായിരുന്നെന്ന്. ലോകത്തിൽ എന്തൊക്കെ സാധനം ഭൂമിയിലെ മണ്ണിൽ കുഴിച്ചു മൂടിയാലും അത് അളിഞ്ഞു പോകും, അത് ദ്രവിച്ച് മണ്ണോട് മണ്ണായി ചേരും. പക്ഷെ വിത്തുകൾ ഒരിക്കലും അങ്ങനെയല്ല. അവ പൊട്ടി മുളച്ച് ശക്തിയോടെ പുറത്തു വന്നിട്ട് എവിടെ അവരെ കുഴിച്ചു മൂടിയോ ആ മണ്ണിൽ വേരുറപ്പിച്ചിട്ട് വലിയ വൃക്ഷങ്ങളായി പടർന്ന് പന്തലിക്കും എന്നുള്ള ഒരു ഉറപ്പിക്കലാണ്. അടുത്ത 4 സ്റ്റാൻസായിൽ വരികളിൽ വരുന്നത്, പുരാതന ഭാരതത്തിലെ ഒരു ചക്രവർത്തി തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, എനിക്കെപ്പോഴും പോസിറ്റീവ് എനർജി പകരുന്ന ഒരു വാക്യം എൻ്റെ മുമ്പിൽ ചുവരെഴുത്തായി വേണമെന്ന് പറഞ്ഞു. ബുദ്ധിമാനായ മന്ത്രി മനോഹരമായിട്ട് അവിടെ എഴുതി വെപ്പിച്ചു, ഈ കാലവും കടന്നു പോകും. സ്തോത്രം. ആ വാക്യം ചുവരെഴുത്താണ് എന്നെ ഈ 4 വരിക്ക് പ്രേരണ നൽകിയത്. പീഡനങ്ങൾ പരമ്പരയായി വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, ഇനിയും എനിക്ക് പറ്റില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ പറയരുത്. ഈ കാലം മാറിപ്പോകും, ഒരു നല്ല കാലം നമുക്കുണ്ടാകും, അതാണ് നമ്മുടെ സ്വപ്നം എന്നാണ് ആ 4ാമത്തെ സ്റ്റാൻസായിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് ഒറീസയിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ സ്നേഹത്തിൻ്റെ മുത്തുകൾ വാരിയെറിയുന്ന, സാധുക്കളെ ദ്രോഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരോട് ദൈവം ഇടപെടേണ്ടതിന്, അതിൽ മടുത്തുപോയി ഇവർ ക്ഷീണിക്കാതിരിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.